എസ് ഇപ്പോൾ കോട്ടയം ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം ഈ അപകട സ്ഥലം സന്ദർശിച്ചതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അതിലേക്ക് അറ്റത്തുള്ള ടോയ്ലറ്റാണ് അപകട നിലയിലേക്ക് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം സംഭവിച്ചതെന്ന് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. ആ സ്ലാബുകൾ താഴേക്ക് അടർന്നു വന്നതിൻ്റെ ഭാഗമായി 14-ാം വാർഡ്, 10 താഴത്തെ നിലയിലെ 14-ാം വാർഡിലെയും 11-ാം വാർഡിലെയും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 11-ാം വാർഡിലെയും ആ സ്ലാബുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഈ ബിൽഡിംഗ് ഓൾറെഡി ഡാമേജ് ആണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് അത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സ്ഥാപനങ്ങളുടെ റെക്കോർഡുകളിൽ പോലും ഉണ്ട്. അല്ല, അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ അതും കൂടെ പരിശോധിക്കും. എത്ര വർഷമായി എന്നുള്ളത് പരിശോധിച്ചിട്ട് ആയിരിക്കും ബാക്കി തീരുമാനിക്കും. ഏതൊക്കെ വാർഡിൽ നിന്നുള്ള എൻട്രിയാണ് ഇവിടേക്ക് റെസ്ട്രിക്ട് ചെയ്തിരുന്നുള്ള തീരുമാനം? ഇവിടെ ഒരു വാർഡിലേക്കുള്ള എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരുന്നില്ല. ഇവിടെ ഈ അപകടം നടന്ന സമയത്ത് ഞാനിതിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കാണുന്ന നമ്മൾ തൊട്ട് മുന്നിൽ കാണുന്ന ആ കെട്ടിടവും പിറകിൽ കാണുന്ന കെട്ടിടവും പിന്നെ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോറിഡോറും പിന്നെ അവിടെ കാണപ്പെടുന്ന ഒരു നടപ്പാതയുമായിട്ട് ഇത് എൻക്ലോസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് പെട്ടെന്ന് അപകട പ്രതിസന്ധിയിൽ ഒരു വാഹനം വന്ന് കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ബാത്റൂമൊക്കെ ഉപയോഗത്തിലുള്ള ബാത്റൂമായിരുന്നു അല്ലേ? ബാത്റൂം ഈ ഉപയോഗത്തിലുള്ള ബാത്റൂം അല്ല, എല്ലാത്തിലും ഇല്ല. 10-ാം വാർഡിൽ മാത്രം 10-ാം വാർഡിൽ മാത്രമാണ് അത് ഉപയോഗത്തിലുണ്ടായിരുന്നത്. ബാക്കി 2 വാർഡുകളിൽ അതിൻ്റെ തെക്കേ അറ്റത്ത് പുതിയ ബാത്റൂമുകൾ പുതിയ ബാത്റൂമുകളാണ് രോഗികൾ ഉപയോഗിച്ചത്. അതായത് അവിടെ ഡോക്ടറുമായി സംസാരിച്ചപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന രോഗികളാണ് 10-ലേക്ക് പ്രധാനമായും. കോട്ടയം ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുമായിരുന്നു. ഈ അപകട സ്ഥലം സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹം കൃത്യമായ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്.